ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബജറ്റിനെ കുറിച്ച് വിവിധ മേഖലകളിലുള്ളവർ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുക. കാരണം ഏത് മേഖലയിൽ നിന്നുകൊണ്ടാണ് അവർ അഭിപ്രായങ്ങൾ പറയുന്നത്, ആ മേഖലയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു നല്ല ബജറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ അവർ നിൽക്കുന്ന മേഖലയിൽ യാതൊരുവിധ ബജറ്റ് അലോക്കേഷനും ഇല്ലെങ്കിൽ അവർ ബജറ്റ് മോശമാണെന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരഭിപ്രായം ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. അത് ഏകദേശം ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം ഏകദേശം 12 മണി ആയപ്പോൾ സംഭവിച്ച ചില ബജറ്റ് പരാമർശങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചുലക്കുകയുണ്ടായി. അതായത് 24,500 ലെവലിലുണ്ടായിരുന്ന നിഫ്റ്റി ഒരു ന്യൂട്രലായിട്ട് അങ്ങനെ പോവുകയായിരുന്നു. രാവിലെ മുതൽ വലിയ തോതിലുള്ള വോളറ്റിലിറ്റി ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോവുകയായിരുന്ന നിഫ്റ്റിയെ പെട്ടെന്നാണ് 12 മുതൽ തകർച്ചയിലേക്ക് പോയത്. ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഒരു ക്രാഷാണ് സംഭവിച്ചത്. അതായത് 24,000 എന്നുള്ള ലെവലിലേക്ക് നിഫ്റ്റി മൂക്കും കുത്തി വീഴുകയായിരുന്നു. 24,500 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് 24,000-അടുത്തേക്ക് മൂക്കുകുത്തിയപ്പോൾ അത് ഇന്നത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള 24,074 വരെ എത്തുകയുണ്ടായി. പിന്നീട് പക്ഷേ അരമണിക്കൂർ കൊണ്ട് ആ തകർച്ചയിൽ നിന്നും റിക്കവർ ചെയ്യാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞു. അങ്ങനെ 24,500 ലെവലിൽ അത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് FMCG സെഗ്മെൻറ്റിലും മറ്റൊക്കെ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകൾ ഈ നിഫ്റ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചു. അപ്പോൾ ഈ ബജറ്റിൽ ഈ മാർക്കറ്റിനെ ഇത്രമാത്രം പ്രകോപിപ്പിച്ച ആ ഒരു പരാമർശം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. അതായത് നമുക്കറിയാം, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് 1 വർഷം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ 10% ടാക്സ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ലാഭത്തിൻ്റെ 10% ടാക്സ് കൊടുക്കണമായിരുന്നു. അത് 1 ലക്ഷത്തിൽ കൂടുതലാണ് നമ്മുടെ ലാഭമെങ്കിൽ അങ്ങനെ കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അത് ആ 10-ൽ നിന്ന് 12.5 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഈ 2.5% ഇൻക്രിമെൻറ്റ് ഇത് ഇൻവെസ്റ്റേഴ്സിലുണ്ടാക്കിയ ഷോക്ക് എന്ന് പറയുന്നത് ഇതൊരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടാക്സ് പ്രപ്പോസലാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് ഫ്യൂച്ചർ ആൻഡ് സെഗ്മെൻറ്റിൽ മാത്രമായിരിക്കും ഏതെങ്കിലും ടാക്സ് ചേഞ്ചസ് വരിക എന്നുള്ളത്. പക്ഷേ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് പിടിച്ചത് അത് വളരെയധികം സ്റ്റോക്ക് മാർക്കറ്റിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. കൂടാതെ ഷോർട്ട് ടേം ക്യാപിറ്റൽ 1 വർഷത്തിൽ താഴെ നിന്നുകൊണ്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അത് ഇത്രയാളും 15% ടാക്സ് കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇനി 20% ടാക്സ് കൊടുക്കേണ്ട അവസ്ഥയിലേക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ് ആയാലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആയാലും ഒരേപോലെ നഷ്ടം നേരിടുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ബജറ്റ് പ്രപ്പോസലിൽ ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ. ഇതുകൂടാതെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ അവിടെയുള്ള പ്രീമിയത്തിൽ ഈ ഒരു ടാക്സ് വർധനവും ഉണ്ടായിട്ടുണ്ട്. അത് 0.065-ൽ നിന്ന് 0.01%-ലേക്ക് ഓപ്ഷനിലും 0.012% നിന്ന് 0.02%-ലേക്ക് ഫ്യൂച്ചറിലും ഇതേപോലുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് പ്രപ്പോസൽ ചുരുക്കത്തിലെ ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും മാർക്കറ്റിൽ നിന്ന് ആട്ടിയൊടിക്കുവാനുള്ള ഒരു ശ്രമമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും. അപ്പോൾ F&O വളരെ റിസ്കി ആയതുകൊണ്ട് ഈ ഒരു തീരുമാനം സ്പെക്കുലേറ്റീവ് ട്രേഡിനെ നിരുത്സാഹപ്പെടുത്താനാണെന്ന് വാദിക്കാം. ഫിനാൻസ് മിനിസ്റ്റർ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടിയതും അതേപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടിയതും അത് എങ്ങനെ ന്യായീകരിക്കും എന്നുള്ള കാര്യത്തിൽ ധനകാര്യ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരാമർശവും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വളരെ ക്രൂവലായിട്ടും ഇതൊരു മാഡ്നസ് ആയിട്ടും മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് ആംഗ്രി ഓവർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞുള്ള ടാഗുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് വൻകിട ഇൻവെസ്റ്റേഴ്സിനെ പ്രതിസന്ധിയിലാക്കിയേക്കാം. ഇപ്പോൾ ഗോൾഡിൻ്റെ വില കുറഞ്ഞത് ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തി വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു റിക്കവറി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബജറ്റിൽ മറ്റൊരു ഷോക്കിംഗ് സംഭവം ഉണ്ടായിട്ടുള്ളത് റെയിൽവേ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. RVNL, IRFC, ഇർക്കോൺ, റെയിൽടെൽ തുടങ്ങിയ കമ്പനി, അതുപോലെ ടെക്സ്മാക്കോ റെയിൽ തുടങ്ങിയ പല കമ്പനികളും 1% മുതൽ 5% വരെ കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും, താഴോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ബജറ്റിൽ ഈ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പരാമർശങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, കാപ്പെക്സിൻ്റെ ഒരു വർധനവൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം.
കൂടാതെ ഡിഫൻസ് സെഗ്മെൻറ്റിൽ 6.21 lakh crore അലോക്കേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഇൻ്ററിം ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുള്ള അതേ അലോക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു അലോക്കേഷനാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഓവറോൾ ബഡ്ജറ്റിൻ്റെ 12.9% ഡിഫൻസിൽ അലോക്കേറ്റ് ചെയ്തത്. അതായത് ഏറ്റവും വലിയ അലോക്കേഷൻ നടന്നിട്ടുള്ളത് ഡിഫൻസ് സെഗ്മെൻറ്റിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിലുള്ള വലിയ വർധനവ് ഇല്ലാത്തതും ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ 205 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തെങ്കിലും 294 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 20ഓളം സ്റ്റോക്കുകൾ മുന്നേറിയിട്ടുണ്ടെങ്കിലും 29 സ്റ്റോക്കുകൾ താഴോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഓരോ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ലാർജ് ക്യാപ് കമ്പനികളിൽ ഏകദേശം 0.28% ഒരു ഡിക്ലൈനും, അതുപോലെ മിഡ് ക്യാപ് കമ്പനികളിൽ ഏകദേശം 0.44% ഒരു ഡിക്ലൈനും, അതുപോലെ സ്മോൾ ക്യാപ് കമ്പനികളിൽ ഒരു -0.61% ഡിക്ലൈനുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നത്തെ ബഡ്ജറ്റ് യാതൊരുവിധ പ്രതീക്ഷയും നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ നിഫ്റ്റി FMCGയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായതായി കാണാൻ കഴിയും. 2.68% ഒരു മൂവ് നിഫ്റ്റി FMCG സെക്ടറിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ സോഷ്യൽ സ്പെൻസും അതുപോലെ വെൽഫെയർ പോളിസീസും കുറച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് റൂറൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ ഈ ബഡ്ജറ്റിൽ ചില അലോക്കേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരം എംപ്ലോയ്മെൻറ്റ് സ്കീമുകളും മറ്റൊക്കെ വന്നതുകൊണ്ട് അത് ആളുകളുടെ ബൈയിങ് കപ്പാസിറ്റി കൂട്ടുവന്നു. അങ്ങനെ FMCG സെക്ടറിലുള്ള നല്ലൊരു പ്രോഫിറ്റബിലിറ്റി നെക്സ്റ്റ് ക്വാർട്ടറുകളിലൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് FMCG സെഗ്മെൻറ്റിലുള്ള മുന്നേറ്റത്തിനുള്ള കാരണമായിട്ട് കാണുന്നത്. കൂടാതെ നമുക്ക് കാണാൻ കഴിയും ITC 5% മുന്നോട്ട് പോയതായി കാണാം. ഇതിൻ്റെ ഒരു കാരണം സാധാരണ ഏത് ബഡ്ജറ്റ് വന്നാലും അവിടെ സിഗരറ്റിൻ്റെ ടാക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു വർധനവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത്തരത്തിൽ യാതൊരു പരാമർശവും ഇല്ലാത്തതുകൊണ്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ടാക്സുകളിൽ നിന്ന് ITC രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ 5% ഒരു ജമ്പ് നമുക്ക് ITC സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഏറ്റവും അധികം മുന്നേറിയ ചില വ്യവസായ മേഖലകൾ നോക്കുകയാണെങ്കിൽ ഡയമണ്ട് ജ്വല്ലറി സെഗ്മെൻറ്റിൽ 5.99% ഒരു മുന്നേറ്റം ഉണ്ടായതായി കാണാം. ടൈറ്റാനൊക്കെ നല്ല രീതിയിൽ, അതുപോലെ കല്യാൺ ജ്വല്ലറി പോലെയുള്ള പല ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളും നല്ലൊരു തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. സെങ്കോ ഗോൾഡ്, PC ജ്വല്ലേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഏകദേശം 12% ഗെയിൻ നമുക്ക് ഇൻട്രാഡേയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു കാരണം കസ്റ്റംസ് ഡ്യൂട്ടി ഗോൾഡിലും സിൽവറിലും 6% കട്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രൈസ് മൂവ് നമുക്ക് ഈ ജ്വല്ലറി ഗോൾഡ് സെഗ്മെൻറ്റിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ബജറ്റ് കാരണം മറ്റൊരു നേട്ടമുണ്ടാക്കിയ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിലാണ്. കാരണം അവിടെ മാസീവ് ആയിട്ടുള്ള ഒരു 1.52 lakh crore ഒരു അലോക്കേഷൻ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിൽ ഈ ബജറ്റിൽ അലോക്കേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം അഗ്രികൾച്ചർ സ്റ്റോക്കുകൾ ഓൾറെഡി ഒരു റാലി നടന്നതാണ്. ഈ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒത്തുകൊണ്ടുള്ള ഒരു അലോക്കേഷനാണ് നമുക്ക് അഗ്രികൾച്ചർ സെഗ്മെൻറ്റിൽ കാണാൻ കഴിയുന്നത്. അത് കാരണം ചില റൺ അപ്പ് ചെയ്യാത്ത അഗ്രികൾച്ചർ സ്റ്റോക്കുകൾ നല്ല മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഫുട്വെയർ സെഗ്മെൻറ്റിൽ 1.14% ഒരു മുന്നേറ്റം കാണുന്നതായി കാണാം. ഇതിനുള്ളൊരു കാരണം ഇവിടെ അവരുടെ കസ്റ്റംസ് ഡ്യൂട്ടി കട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം ഈ ബജറ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫുട്വെയർ സെഗ്മെൻറ്റിലുള്ള ഒരു ഉണർവ് കാണാൻ കഴിയുന്നത്. ലെതർ ആൻഡ് ഫുട്വെയർ പ്രൊഡക്ട്സിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടിയാണ് കുറച്ചത്. അതാണ് ഈ ഒരു മുന്നേറ്റത്തിന് കാരണമായത്. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച പല മേഖലകളിലും അലോക്കേഷൻ വരാത്തത് കാരണം താഴോട്ട് പോയ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിന് അവിടെ 4.32% ഡൗൺ കാണാൻ കഴിയും. അതുപോലെ ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ 2.28% ഡൗൺ കാണാം. ഏവിയേഷൻ സെഗ്മെൻറ്റിൽ എല്ലാവരും ടൂറിസം സെഗ്മെൻറ്റിലുള്ള വൻ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അവിടെയും 2.27% ഡൗൺ ആയിട്ട് കാണാം. റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റ് 1.94% ഡൗൺ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള താഴോട്ട് പോയ പല ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന് പുറത്ത് എന്ത് തന്നെ ഈ ബഡ്ജറ്റ് ഗുണമോ ദോഷമോ ഉണ്ടാക്കിയാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് വളരെയധികം നിരാശ സൃഷ്ടിച്ച ഒരു ദിവസമാണെന്ന് നമുക്ക് മൊത്തം പെർഫോമൻസ് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് തുടരാൻ സാധ്യത ഉണ്ടെങ്കിലും നിഫ്റ്റി ഇപ്പോഴും 24,500 എന്നുള്ള അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസം പകരുന്ന കാഴ്ചയാണ്. ഇന്ന് ആ ഒരു ഇൻട്രാഡേയിൽ താഴോട്ട് പോയെങ്കിലും അത് തിരിച്ചു വന്നു എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്നൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.